ചാനൽ. ഞാൻ ഒരിടത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എവിടെയാണ് പോകുന്നത്, എന്താണെന്നൊക്കെ പരിപാടി എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. നടു റോഡിൽ നിന്നിട്ട് ഒരു നമസ്കാരം കേട്ടോ. ഞങ്ങൾ ഒരിടത്തേക്ക് പോവാണ്. ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ആളെ കാണിച്ചു തരാം കേട്ടോ. ദേ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എന്നെ കത്ത് ദേ ഒരാൾ നിൽപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് നേരെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ബാലരാമപുരത്തേക്ക് പോവാണ് കേട്ടോ. എവിടെ പോവാ? എന്റെ വണ്ടി എടുത്തോ ഇല്ലല്ലേ കൊണ്ടുപോയത് ആക്രിക്കല്ലേ കൊള്ളാവും വണ്ടി. അത് ശരിയാണ്, അത് വേറെ. ഇതാണ് കേട്ടോ ബാലരാമപുരം ജംഗ്ഷൻ. ബാലരാമപുരം ജംഗ്ഷന് അന്ന് ഒന്നും ഒരു മാറ്റവും. അന്നത്തെ ബ്ലോക്ക് കാര്യങ്ങൾ തന്നെയാണ് അന്ന് തോന്നണം കേട്ടോ എന്ന് കണ്ടപ്പോഴത്തേക്ക്. പിന്നെ അതിന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലേക്കാണ് കേട്ടോ ബാലരാമപുരം ഹാൻഡ്ലൂം. നമ്മുടെ നെയ്ത്ത് ഗ്രാമത്തിലേക്ക് സ്വാഗതം. അതിനെ കയറി ഫസ്റ്റ് കാണുന്നതാണ് ബാലരാമപുരം ഹാൻഡ്ലൂം എന്ന പേരുള്ള ഒരു ഷോപ്പ്. അവിടെ നിന്നാണ് ഞങ്ങൾ മിക്കതും വാങ്ങുന്നത്. അവിടെ നിന്നാണ് കേട്ടോ. അവിടെ മൊത്തത്തിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് വേറെ സ്ഥലങ്ങളിലേക്ക് വേറെ ഷോപ്പിലേക്ക് ഞങ്ങൾ ആദ്യം പോകുന്നത്. അപ്പോൾ അവിടെ വണ്ടി ചവിട്ടി അവിടെ തന്നെ ഇറങ്ങിയാണ് കേട്ടോ. അവിടെ കയറിയിട്ട് നമുക്ക് വേണ്ടത് യൂണിഫോം സാരിയാണ്. ഒരു 10-17 പീസ് ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഈ ഒരു മോഡൽ ഞങ്ങൾക്കുണ്ട്. ആ ബ്ലാക്ക് കാണുന്നത് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ 2 അതിൻ്റെ പീസ് വേണം. കാരണം 2 പേർക്ക് വേണ്ടതാണ്. അപ്പോൾ അത് ഞങ്ങൾ 2 എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അല്ലാണ്ട് കുറച്ച് കളേഴ്സ് ഇങ്ങനെ നോക്കണം. കാരണം കളേഴ്സ് ഞങ്ങൾ നോക്കി വന്നതെന്ന് പറഞ്ഞാൽ ഓറഞ്ച് ബ്ലൂ ആ ഒരു പാറ്റേൺ ഉള്ളത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഇത് കോട്ടൺ സെറ്റാണ്. കോട്ടൺ സെറ്റിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യം ടിഷ്യൂ ആയിരുന്നതുകൊണ്ട് കോട്ടൺ സെറ്റ് നോക്കിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത്ര പീസുള്ളത് നമുക്ക് നോക്കണം. അങ്ങനെ ഇങ്ങനെ കുറേ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ. നമ്മൾ നോക്കി വന്നത് ഏകദേശം ഈ കളറായിരുന്നു. അതിൻ്റെ തന്നെ പല സ്ട്രൈപ്പ് അല്ലാത്തത്, അങ്ങനെ തന്നെ പല വെറൈറ്റി കളേഴ്സ് നമ്മളങ്ങനെ കാണാത്ത ടൈപ്പ് ടിഷ്യൂ ആണ് നോക്കുന്നത് കൊണ്ട് ടിഷ്യൂവിൽ പക്ഷേ കുറച്ച് കുറവായിരുന്നു. അതിൻ്റെ ഡിസൈൻ വരുമ്പോഴത്തേക്ക് കുറച്ച് കോട്ടൺ ആണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ടിഷ്യൂവിനെക്കാളും ഒരുപാടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് കോട്ടൺ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് യൂണിഫോം മൊത്തത്തിൽ വേണമല്ലോ. അപ്പോൾ ഇത്ര പീസ് വേണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ടിഷ്യൂ തന്നെയാണ് നോക്കിയത് ക്യാരി ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോ കോളിൽ ഓരോന്നും വെച്ച് അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. ഏതാ വേണ്ടത് ഏകദേശം. കാരണം എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണമല്ലോ. ചിലർക്ക് സ്ട്രൈപ്പ് ഉള്ളത് ഇഷ്ടമല്ല, ചിലർക്ക് കളർ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ 100 സംശയങ്ങളും ഓരോരോ കാരണം അവർ ചിലപ്പോൾ ക്യാമറയിൽ കാണുന്ന കളർ ആവത്തില്ല നേരിട്ട് കാണുമ്പോഴത്തേക്ക്. അതുകൊണ്ട് നമുക്ക് അത്രത്തോളം ശ്രദ്ധിച്ചിട്ട് വേണം അവരെ കാണിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. എനിക്ക് ഈ സെറ്റും കൊണ്ടും പണ്ട് എനിക്ക് തീരെ വശമില്ലാത്ത കാര്യമായിരുന്നു കേട്ടോ സെറ്റും കൊണ്ട് ഉടുക്കലെന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ ഈ തിരുവാതിരയ്ക്ക് വന്നതിന് ശേഷം കേട്ടോ ഇത് ഉടുക്കാൻ പഠിച്ചത് തന്നെ. ഉടുക്കാൻ പഠിച്ചതിന് ശേഷം എനിക്കെന്തോ സെറ്റും കൊണ്ട് കാണുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ആക്രാന്തമാണ്. ഈ മരിച്ചതാഴ് സിനിമയിൽ ശോഭന കാണുമ്പോഴാണ് കേട്ടോ. ഇങ്ങനെ ആഭരണം കാണുമ്പോഴാണ് ഞാൻ ഈ സെറ്റും കൊണ്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്കെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി വീഡിയോയിലെങ്കിലും കാണിക്കാണല്ലോ എന്നുള്ളതിൽ വെച്ച് നോക്കിയിട്ട് എല്ലാം ഇങ്ങനെ ഏകദേശം അവിടെ കിടന്ന് എല്ലാം ഞാൻ എടുത്ത് നോക്കി കേട്ടോ. അവർക്ക് ബുദ്ധിമുട്ടായോ എന്നും എനിക്കറിയത്തില്ല. കാരണം ഞങ്ങൾക്ക് വേറെ കട ഇല്ല എന്നുള്ളതിൽ ഇവിടെ തന്നെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു ഏകദേശം കടകൾ ഒന്നുകൂടെ നോക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഏകദേശം നമുക്ക് 2-3 ഇഷ്ടപ്പെട്ട മാറ്റി വെച്ചിട്ട് വേറെ കടകളിൽ കൂടെ നോക്കിയിട്ട് നമുക്കിവിടെ ഒന്ന് കിട്ടിയില്ല എങ്കിലും ഇവിടെ വരാം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ. ഇവിടെ തന്നെ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഏകദേശം ഇവിടെ ഉള്ളതൊക്കെ നോക്കി എനിക്ക് ഈ ഒരു പാറ്റേൺ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്ലാക്ക് വരുന്നത് ഇതിപ്പോൾ പുതിയ മോഡലാണെന്ന് തോന്നുന്നു. 2-3 കളേഴ്സ് വരുന്നത് അത് നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു ഇതിൽ എടുത്തിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. 1000 എബോ അങ്ങനെ വരും. ഞങ്ങൾ ഈ നോക്കിയതെല്ലാം തന്നെ 600-700-നകത്താണ് കേട്ടോ. ഞാനിപ്പോൾ മുന്നേ കാണിച്ചതെല്ലാം തന്നെ ആ ഒരു റേറ്റിലാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ഉടുത്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ വെച്ചു. അത് ഏകദേശം 2-3 സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോകണം കേട്ടോ. അടുത്ത ഷോപ്പിൽ പോയി ഇറങ്ങി. കാരണം അവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച്. നമ്മൾ ഈ കണ്ടത് തന്നെയാണ്. അവിടെ വെറൈറ്റി ആയിട്ട് വ്യത്യാസം ഒന്നും കണ്ടില്ല. ഇത് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയാം. അവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മിൻസ് ആ ഒരു ടച്ചാണ് കേട്ടോ. കോലം അങ്ങനെയൊക്കെ ഇട്ടിട്ട് അവിടെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. പക്ഷേ വെയിൽ അസഹനീയമാണ്. വെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ അടുത്തൂടെ പോയാൽ മതി ക്ഷീണിക്കാൻ വേണ്ടി. വെള്ളം പോലും കുടിക്കാതെ നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണിച്ചു. ഇത് വരുമ്പോൾ ടിഷ്യൂവിൽ തന്നെ നമ്മൾ
കളർ ഇങ്ങനെ ടിഷ്യൂവിൻ്റെ കളർ കൂടെ ബ്ലൂവിൽ കയറി വരുന്നുണ്ട്. ഞങ്ങൾക്ക് അതങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ അവരുടെ ആ ഒരു ഇതൊക്കെ അങ്ങ് നോക്കാം. നമുക്ക് നേരിട്ട് കാണുമ്പോൾ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ആ ഒരു പൂജ കാര്യങ്ങൾ, ഒരു സ്മെല്ലാണ് അകത്തൊക്കെ ഓരോ കയറി പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര പീസ് മൈൻഡ് തോന്നും. ഇത് ഞങ്ങൾ ഏകദേശം സെലക്ട് ചെയ്ത് ഓക്കെ ആയി. ഏകദേശം പേർക്ക് ഇഷ്ടപ്പെട്ടു. 2 കളർ തന്നെ ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച് പാക്ക് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പാക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അപ്പോഴത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കിയത് ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും 2 ഡിസൈൻ ആയതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. പാക്കൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും അടുത്ത ഷോപ്പിൽ കയറിയാണ്. അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഷോപ്പുകൾ ഞങ്ങൾ കവർ ചെയ്തു കേട്ടോ. അവിടെ ഇനി കയറാനായിട്ട് പ്രത്യേകിച്ച് ഷോപ്പുകളൊന്നും ഇല്ലെന്ന് തന്നെ പറയാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ ആ പഴയ ഷോപ്പിൽ തന്നെ തിരിച്ചെത്തി കേട്ടോ. അവസ്ഥ എന്താണ് നോക്കണേ. വീണ്ടും ഞങ്ങൾ ആ പഴയ അടുത്ത് തന്നെ ഒന്നുകൂടെ നമ്മൾ മാറ്റി വെച്ചതും ബാക്കി എല്ലാം കൂടെ ഒന്നുകൂടെ നോക്കി. ഓറഞ്ച് കളർക്ക് മിക്കവർക്കും ഇഷ്ടമായിരുന്നു പറഞ്ഞു. അവർ ഓറഞ്ച് അല്ലെങ്കിൽ ബ്ലൂ വാങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമല്ല. എനിക്കും അവൾ പറയുക അവളിനി കളിക്കേ ഇല്ലെന്നാണ് പറയുന്നത്. ഓറഞ്ച് എടുത്താൽ കളിക്കത്തേ ഇല്ല കേട്ടോ പറയുന്നത്. അപ്പം ബ്ലൂ തന്നെ നോക്കാം, അതിൻ്റെ തന്നെ പല കളേഴ്സ് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്ലൂ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം നോക്കിയതിന് ബ്ലൂ തന്നെയാണ്. അങ്ങനെ പിന്നെ എല്ലാം പാക്ക് ചെയ്ത് വാങ്ങി. അവിടെ നിന്ന് തന്നെ വാങ്ങി കേട്ടോ. ഞങ്ങൾ ആദ്യം ഫസ്റ്റ് കയറി ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് ഇറങ്ങുക. അടുത്തിന് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞങ്ങൾ കാരണം കുറച്ചേറെ വിഷമിച്ചുള്ളതാണ് കേട്ടോ. അദ്ദേഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ കൺഫ്യൂഷനാക്കി. കൂടെ നിന്നവരെയും ബാക്കി എല്ലാ സ്റ്റാഫുകളും ഞങ്ങൾ കൺഫ്യൂഷനാക്കി കളഞ്ഞു കേട്ടോ. ഇത്ര പീസ് എടുക്കണം, ഇത്ര പേർക്ക് എടുക്കണം, ഇത്ര മീറ്റർ എടുക്കണം, അങ്ങനെ മൊത്തത്തിൽ അവർക്കും കൺഫ്യൂഷനായി. നല്ലൊരു ഷോപ്പായിരുന്നു കേട്ടോ. ഹോൾസെയിൽ ഷോപ്പാണ്. ഈ ഒരു വലിയൊരു മേറ്റ് വരുമ്പോൾ 70 രൂപയായിരുന്നു കേട്ടോ. വലിയൊരു മേറ്റാണ്. എനിക്ക് കിച്ചൺ ഇടാൻ വേണ്ടിയിട്ട് ഒരു മേറ്റ് വേണമായിരുന്നു. പക്ഷേ 70 രൂപയ്ക്ക് നല്ലതാണ് കേട്ടോ. ഈ ഒരു ഷോർട്ട് വീട്ടിലിടുന്ന ആ ഒരു പാൻസൊക്കെ വരുമ്പോൾ 3/4 പാൻറ്റൊക്കെ വരുമ്പോൾ 40 രൂപ 50 രൂപ. ഇത് ഷോർട്ട് നൈറ്റിയാണ് കേട്ടോ. 200 രൂപ 250 രൂപ അത്രയൊക്കെ ഉള്ളൂ. നല്ല ക്വാളിറ്റിയാണ്. നല്ല മെറ്റീരിയലൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി, ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ചൊക്കെ വാങ്ങി ഞങ്ങളൊന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞു കേട്ടോ. ഏകദേശം കഴിഞ്ഞു. അങ്ങനെ ഒരു ജ്യൂസൊക്കെ കുടിച്ചു. ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഇതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു. എൻ്റെ വണ്ടി ലക്ഷ്യമാക്കി ഞാൻ പോവാണ് കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക്.